ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നു. അതിൽ കേസായിരിക്കുകയാണ്. ഒരാൾക്കെതിരെയല്ല, 7 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ എല്ലാവരെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇന്നലെ 10 മണിക്കൂറോളം സംസാരിച്ചല്ലേ അന്വേഷണ സംഘം? അതെ 7 പേർക്കുമെതിരെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു. ഈ കാര്യത്തിൽ, അതായത് അന്വേഷണ സംഘത്തിന് പൂർണ്ണമായും നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളോടും സംസാരിച്ചതാണ്, അക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അവർക്കും ബോധ്യപ്പെട്ടോ? എല്ലാം ബോധ്യപ്പെട്ടു. എല്ലാ തെളിവുകളും എൻ്റെ ഉണ്ടായിരുന്നു. ഹാർഡ് ഡിസ്കും അതിൽ കമ്പ്യൂട്ടറിലും എല്ലാം എനിക്കൊണ്ട് എന്തെല്ലാം ആവുന്നു അതെല്ലാം ഞാൻ അവരെ കാണിച്ചു കൊടുത്തു. അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന്റെ പക്കലേക്കുണ്ട്. ഇനിയിപ്പോൾ ഈ അന്വേഷണത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല. മാത്രമല്ല, കേസ് കൃത്യമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു ഉറപ്പാണോ അവർ നൽകിയത് താങ്കൾക്ക്? തീർച്ചയായിട്ടും നമുക്ക് സർക്കാർ നമുക്ക് ഇത്രയും വലിയൊരു പിന്തുണയും നമുക്കൊരു സപ്പോർട്ടും നമുക്കുള്ളപ്പോൾ നമ്മൾ ഇരയായവരല്ലേ, നമ്മളെന്തിനാ പുറകോട്ട് പോണത്? കുറ്റം ചെയ്തവര് എന്തായാലും അവർക്ക് അത് ശിക്ഷിക്കപ്പെടണം. എന്നെ പുറത്തേക്ക് ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം. പിന്നെ ഞാൻ ഇരയായിപ്പെട്ട ഒരാളാണ്. ഞാൻ അനുഭവിച്ച വേദന ഈ 13 വർഷം ഹൃദയത്തിന്റെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ആരോട് ഷെയർ ചെയ്യും? ഇത് നമുക്ക് പറയും. ഇവർക്കെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കും? ആരോട്? ഇപ്പം അമ്മയിലൊരു സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരോട് ബോധിപ്പിക്കായിരുന്നു. അവിടെയെങ്കിലും പോയി പറയാറുണ്ട് ഇങ്ങനെ. പക്ഷേ അവർക്കും ഇങ്ങനെ അറസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം അവർക്ക് അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്. ഉണ്ടായാലും ആർക്കും എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇന്നടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ, ഇതിനൊക്കെ ആര് നടപടിയെടുക്കും എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു അവരുടെ ഒരു പിന്തുണയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സ്ത്രീകളെല്ലാം മുൻപോട്ട് വരാൻ കാരണം. അപ്പോൾ തീർച്ചയായിട്ടും അവർ തന്നെ പറഞ്ഞില്ല നമുക്ക് നീതി തരും എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു പുറകോട്ട് പേടിച്ച് നിൽക്കണം. ഇപ്പോൾ 7 പേർക്കെതിരെ പരാതി കൊടുത്തതിൽ 4 പേരും വമ്പന്മാരാണ്. ഈ ക്രൈമിനെ വമ്പന്മാരൊന്നുമില്ല, അത് സെലിബ്രിറ്റിയൊന്നുമില്ല. എന്ത് വമ്പന്മാരായാലും തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്. നിയമത്തിൻ്റെ മുമ്പിൽ അവർ വന്ന് നിന്നേ പറ്റുള്ളൂ. നിയമം വേറെ, രാഷ്ട്രീയം വേറെ. അതുകൊണ്ട് വമ്പന്മാരിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല. വമ്പന്മാരൊക്കെ അത് അവിടെ അങ്ങ് വെച്ചാൽ മതി. ഇത് അന്തക്കാലമല്ല, ഇത് ഇന്തക്കാലം. ഇതൊരു ന്യൂ ജെന്നിൻ്റെ കാലമായി മാറിക്കഴിഞ്ഞു. ഇത് ഒരു നിയമത്തിൻ്റെ കാലമായി മാറി. നല്ലൊരു ഭരണഘടന ഇപ്പം നമ്മുടെ ഫ്രണ്ടിലോട് നമുക്ക് ഇന്ന് സൊസൈറ്റി വന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് നല്ലൊരു ജീവിതം, സമാധാനപരമായിട്ടൊരു ജീവിതം ആണ് ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പോകാൻ വേണ്ടി എല്ലാ നമ്മുടെ നിയമത്തിന്റെ ആൾക്കാരും നമ്മുടെ ഭരണഘടനയൊക്കെ ഇത്രയും സർക്കാരിൽ വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെയാണെങ്കിൽ MLA സ്ഥാനം ഒഴിഞ്ഞു നിന്ന് ഈ കേസിനെ നേരിടാൻ ആവശ്യപ്പെടാത്തത്? ചലച്ചിത്ര നയരൂപീകരണ സമിതിയിലും ഇപ്പോഴും അംഗമാണ് മുകേഷ്. എന്തുകൊണ്ടായിരിക്കാം മാറ്റാത്തത്? ഓക്കെ, പക്ഷെ എല്ലാത്തിനും ഒരു പ്രൊസീജിയർ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഇപ്പം ഞാൻ ഇന്നലെയാണ് ഒരു തെളിവെടുത്തത്. ഇന്നലെ എൻ്റെ മൊഴി എടുത്തു. ഇനി അവർ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യേണ്ടതേ. അപ്പോൾ അതിന് അവകാശം കൊടുക്കുക. എന്തൊക്കെയാലും നമുക്ക് അതായത് സർക്കാർ നമുക്കൊരു കോൺഫിഡൻസും അവർ നമുക്കൊരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൻ്റെതായ രീതിയിൽ നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ നമ്മൾ അവർക്ക് കുറച്ച് ടൈം കൊടുക്കണം. ഇന്നലെ അവർ വന്നിട്ട് പോയതുള്ളൂ. ഈ തെളിവൊന്നും അവർക്ക് തന്നെ അന്വേഷിക്കാനും SITക്കായാലും എല്ലാം എല്ലാ തെളിവുകളും കൊണ്ടാണ് അവർ പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പം ഇത്രത്തോളം എത്തിയില്ലേ, എത്ര പെട്ടെന്നാണ്. ഞാൻ 2 ദിവസം ആയതേ ഉള്ളൂ ഞാനൊന്ന് ഈ കംപ്ലയിൻറ്റ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് 2 ദിവസം മുമ്പാണ് പോസ്റ്റ് ചെയ്തത്. ദ നെക്സ്റ്റ് മൂവ്മെൻറ്റ് മീഡിയ വന്നോ, അടുത്ത മൂവ്മെൻറ്റ് എൻ്റെ SIT വന്നോ. SIT ഉടനെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യും. പൂങ്കുഴലി മാഡം എന്നെ കോൺടാക്ട് ചെയ്ത് ഇന്ന ഇമെയിൽ എനിക്ക് DIGയുടെ ഇമെയിൽ ID തരികയും പൂങ്കുഴലി മാഡത്തിൻ്റെ ഇമെയിൽ ID തരികയും ഇതിലോട്ട് ഉടനെ പരാതി അയക്കാനൊക്കെ എത്ര ഫാസ്റ്റായിട്ടാണ് അവർ നമുക്ക്. തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ വെളിപ്പെടുത്തിയതിന് പിന്നാലെ ഉണ്ടായ ഈ നിയമ നടപടി ഇതുപോലെ ഇവരുടെയൊക്കെ തന്നെ താങ്കൾ ഇപ്പോൾ പരാതി നൽകിയ ആളുകൾക്കെതിരെ കൂടുതൽ പേർക്ക് പരാതി നൽകണമെങ്കിൽ അതിനൊക്കെ ഒരു ആത്മവിശ്വാസം പകരുന്നതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന നീക്കങ്ങൾ എന്ന് കരുതുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം എനിക്ക് എല്ലാ സപ്പോർട്ടും ഇപ്പം കിട്ടി. ഇപ്പം സർക്കാരിൽ നിന്ന് ഇപ്പം വളരെ ഫാസ്റ്റായിട്ടാണ് അവർ വന്ന് എല്ലായിടത്തും തെളിവെല്ലാം മൊഴി എല്ലാം എടുത്തുകൊണ്ട് പോയതിനു ശേഷം അവർ ആ സെയിം ഡേ തന്നെ അവർ FIR ഇട്ടില്ലേ. ഇത് കൂടുതൽ എന്താണ് ഇനി വേണ്ടത്? അവരുടെ കഴിയുന്നത് മാക്സിമമാണ് അവർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ അവിടെ FIR ഇടാൻ വരട്ടെ അവരൊന്നും നീട്ടിക്കൊണ്ട് പോയില്ലല്ലോ.
അപ്പോൾ സർക്കാർ എപ്പോഴും നീതിയുടെ കൂടെയാണെന്നുള്ള ഒരു ബിഗ് പ്രൂഫാണ് ഇന്നലെ അവരിട്ട FIR. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വളരെ നന്ദി പ്രതികരിച്ചതിന്. ഈ അന്വേഷണം തുടരട്ടെ, അതിന്റെ തുടർ പ്രക്രിയകൾ എങ്ങനെയാണ് എന്നതുകൂടി നമുക്ക് നോക്കാം. പരാതിക്കാരിയോടാണ് നമ്മൾ സംസാരിച്ചത്. M. മുകേഷ് MLA ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്.